PG ഇവിടെ ആർഷോയോ വിദ്യയോ അങ്ങനെ ഇതൊക്കെ ഒറ്റപ്പെട്ട പേരുകളല്ലല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് SFI എന്ന് പറയുന്ന സംഘടന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത SFIയുടെ നേതാവ് ശിവരഞ്ജിത്തിന് PSC പരീക്ഷാ ക്രമക്കേടിൽ 1ാം റാങ്ക് കിട്ടുന്നു. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ ജയിപ്പിച്ചു വിട്ട വനിതാ കൗൺസിലറെ മാറ്റി അവിടെ SFIയുടെ ഏരിയ സെക്രട്ടറി ആയ വിശാഖ് എന്ന് പറയുന്ന SFI നേതാവിനെ തിരികെ കയറ്റുന്ന അവിടുത്തെ പ്രിൻസിപ്പൽ. അതിനെപ്പറ്റിയും പറയുന്നത് സാങ്കേതിക തകരാറ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. വാഴക്കുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു തീസിസിന് PhD ഡിഗ്രി അവാർഡ് ചെയ്യുന്നു. അപ്പോഴും പറയുന്നു സാങ്കേതിക തകരാറ്. ഈ SFIയുടെ കാലടി സർവകലാശാല ജനറൽ സെക്രട്ടറി വരെ ആയിരുന്ന വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോളേജുകൾ ആ കുട്ടിക്ക് അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലി കൊടുക്കുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവിടെ PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അപ്പൊ അദ്ദേഹത്തിന് പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല, ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ വീരസ്യത്തോടു കൂടി പറയുന്നത് കേട്ടു. പറച്ചിന് കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറിക്കിയതിന്റെ ബ്രിട്ടീഷുകാരെടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയതെന്ന് തോന്നിപ്പോകും. തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊല്ലുവാൻ ശ്രമിച്ച കേസിനകത്ത് അതേ കുറ്റം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ ചെറുപ്പക്കാരന്റെ ജാമ്യം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കാം. ഇപ്പൊ ആർഷോ പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണ്, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. അതിനകത്ത് മാധ്യമങ്ങളെ ആരോപിക്കുന്നുണ്ട്, KSUവിനെ ആരോപിക്കുന്നുണ്ട്, എറണാകുളം DCC ആരോപിക്കുന്നുണ്ട്. നമ്മളെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. CPMന്റെ ആർഷോയുടെ വാദത്തെ അന്ധമായി വിഴുങ്ങുന്ന ഒരു അടിമ സഖാവിന്റെ ആംഗിൾ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? പിണറായി വിജയൻ എന്നല്ലേ? പിണറായി വിജയന്റെ പാർട്ടി CPM അല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആർഷോ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ആർഷോയുടെ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ വിനോദ് കല്ലോലിക്കൽ. ഈ ഡോക്ടർ വിനോദ് കല്ലോലിക്കലിന്റെ രാഷ്ട്രീയം എന്താ? ഇതേ CPM അധ്യാപക സംഘടനയായ AKGCTയുടെ ഭാരവാഹിയാണ് അദ്ദേഹം. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. മഹാരാജാസ് കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പ്രിൻസിപ്പൽ എന്ന് കുറ്റം ആരോപിച്ച സൈറ്റിന്റെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാർ ഏത് അധ്യാപക സംഘടനയുടെ ആളാണ്? AKGCT എന്ന് പറയുന്ന CPMന്റെ അധ്യാപക സംഘടന. നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. മഹാരാജാസ് കോളേജിന്റെ പശ്ചാത്തലം PGക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. 90% വരുന്ന അധ്യാപകർ CPMകാർ, 90% വരുന്ന അനധ്യാപകർ CPMകാർ. ഇവരെല്ലാവരും കൂടെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ കോളേജിനകത്ത് നിന്ന് വരുന്ന ആർഷോയ്ക്കെതിരായിട്ട് വരുന്ന ഒരു ഗൂഢാലോചനയിൽ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പങ്ക്? കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.